ഹായ്, ആൻഡ് ജിഗ്ലം ജോയ്. അപ്പോഴേക്കും നമ്മളൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു വ്ലോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവിടെയും കൂടെ നിങ്ങളത് സഹിക്കട്ടായിട്ട് വരും. അപ്പോൾ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പം 11:25 ആണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ആക്ച്വലി കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്, പക്ഷേ എൻ്റെ എഴുന്നേൽക്കുന്ന സമയം 11:25 ആണ്. ഞാൻ കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പോഴേക്കും. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് പാകിസ്ഥാൻ ചിക്കൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാകിസ്ഥാൻ ചിക്കൻ തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. സോ യാ, നമുക്ക് പാകിസ്ഥാൻ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാകിസ്ഥാൻ ചിക്കനൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാനിങ്ങനെ എഴുന്നേറ്റ ടൈമിൽ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴേക്കും ഒരു ഫുഡ് ബ്ലോഗർ കുറേ പേര് ഇപ്പം ഇങ്ങനെ പാകിസ്ഥാൻ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മുടെ എന്താ പറയുക, ഒരു യൂട്യൂബർ, ഒരു ലേഡി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തപ്പോഴേക്കും സ്ക്രോളിനകത്ത് ഈ പാകിസ്ഥാൻ ചിക്കൻ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാകിസ്ഥാൻ ചിക്കൻ തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാകിസ്ഥാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഫോണിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. നിങ്ങൾ ഈ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഈ ടൊമാറ്റോ ഒക്കെ തക്കാളി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ടും എന്താ പറയുക, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ കട്ടിങ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കുക്കിങ്ങിലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് കാണുമ്പോഴേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ടൊമാറ്റോ ആണ് അരിയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നോർമലായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ എല്ലാം കൂടെ അരിഞ്ഞൊന്നെടുക്കാം, സെറ്റാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൊമാറ്റോ എങ്ങനെയാണ് അങ്ങനെ അരിഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അരിയേണ്ടത്. ഇതിലും ചെറിയ പീസായിട്ടാണ് അരിയേണ്ടത്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു കട്ട്, ആ ഒരു രീതിക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ എനിക്കറിയാവുന്നത് പോലൊക്കെ ഞാൻ ഭയങ്കര കോൺഫിഡൻസോട് കൂടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ത്വരയിൽ അരിഞ്ഞെടുത്തു. നെക്സ്റ്റ് വേണ്ടത് സവാളയാണ്. സോ സവാള കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വളരെയധികം കുക്കിങ്ങിൽ മാസ്റ്റർ മാസ്റ്റർ ഷെഫ് ആണെന്നുള്ളത്. അത് കൊത്തിയാണ് അരിഞ്ഞെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ ഹൗ ടു കട്ട് ദീസ് ഓണിയൻസ്. സോ അപ്പോൾ നമ്മൾ ഭയങ്കര കണ്ടില്ലേ, കട്ട് തന്നെ കണ്ടില്ലേ, വളരെ മാസ്റ്ററായിട്ടുള്ള സവാള കട്ടിങ്ങാണ്. ശരിക്കും അത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്യണം. പക്ഷെ ഞാനതിലൊന്നും വലിയൊരു എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊത്തി കൊത്തി പിന്നീട് അരിയുന്നത്. ശരിക്കും അത് ചെറിയതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട്, അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ആ ഒരു പാകിസ്ഥാൻ ചിക്കൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ടൊമാറ്റോ ആണെങ്കിലും സവാള ആണെങ്കിലും. ബിക്കോസ് ഞാനൊരു ബിഗ് എമൗണ്ട് ഓഫ് ചിക്കനൊന്നും ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മാത്രം കഴിക്കാനുള്ള ചിക്കനെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഒന്നാമത് പാകിസ്ഥാൻ ചിക്കനാണ്, പാളിഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സവാളയും മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമുക്കത് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ആണ് ഇനി അടുത്തത്. എനിക്ക് ഭയങ്കര എൻ്റെ വീക്ക്നെസ്സാണ് ഉരുളക്കിഴങ്ങ്. ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും സാധനം വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും എനിക്ക് പൊട്ടറ്റോ വേണം കറിയിൽ. എന്തുണ്ടാക്കിയാലും ഞാൻ പൊട്ടറ്റോ ഉണ്ടാക്കിയെടുക്കും. എന്ത് കറി ഉണ്ടെങ്കിലും പൊട്ടറ്റോ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ എനിക്കിങ്ങനെ തന്നെയാണ് ഞാൻ ഡെയിലി അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ആഹാരം കഴിക്കും. സോ എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അറിയാൻ അറിയില്ലെങ്കിലും കഴിക്കാൻ നന്നായിട്ടറിയാം. യെസ്. സോ നമ്മൾ പിന്നാണല്ലേ ആര് കാണണം.
confidence level of mine. See, and let me show you my chicken. കഴിഞ്ഞാൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാനിവിടെ ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫോണിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് പാകിസ്ഥാനി ചിക്കനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് വർക്ക് ഓൺ നോട്ട്. ഇതാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. നമ്മുടെ ചിക്കൻ ഇതാണ്. ഈ ചിക്കൻ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക് ഓർ നോട്ട്. എനിക്കറിയില്ല വർക്ക് ആവുമോ ഇല്ലയെന്നൊന്നും. പക്ഷെ ഞാൻ ചിക്കൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. സി ലിറ്റിൽ ബിറ്റ്. ഫസ്റ്റ് അതിൽ ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള അവർ പറഞ്ഞ ദേസി ഗീ ആഡ് ചെയ്യണം എന്നാണ്. ദേസി ഗീ ആഡ് ചെയ്യണം എന്നാണ്. സോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദേസി ഗീ. ഞാൻ എപ്പോഴും ഈ നെയ്യ് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു പഞ്ഞം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഏറെ അങ്ങ് നെയ്യിട്ടു. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ചിക്കൻ നിങ്ങൾക്ക് മറ്റേ ആ ഒരു സവാളയും ചിക്കനും എല്ലാം സെറ്റാക്കത്തക്ക രീതിയിലുള്ള ഒരു ദേസി ഗീ നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്യാം, നെയ്യ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അത്രയും ആഡ് ചെയ്തു. ബിക്കോസ് വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് എമൗണ്ട് ഓഫ് ഇതേ ഉള്ളൂ. ഭയങ്കര ത്വര കൂടിയിട്ട് ഞാനാണ് ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി ഗൈസ്. എന്നിട്ടാണ് ഞാൻ ഗീ ആഡ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റ് കൂടിപ്പോയി. നെക്സ്റ്റ് നമ്മളിട്ടത് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയായിരുന്നു. പിശിക്കുകയാണ് ഞാൻ വളരെ. കണ്ടില്ലേ, ഇച്ചിരി പോലും കളയില്ല. എന്താ വില സവാളയ്ക്കൊക്കെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഗ്യാസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൽ തീയില്ലെന്ന്. പക്ഷെ നല്ല തീയാണ് അതിൽ. അത് കഴിഞ്ഞ് ടൊമാറ്റോ ആഡ് ചെയ്യാം നല്ല രീതിക്ക്. ഒരു ടൊമാറ്റോ പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ടൊമാറ്റോ ഈസ് വെരി പ്രീഷ്യസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. പണ്ട് നമ്മൾ അമ്മയൊക്കെ നമുക്ക് ചോറ് തരത്തില്ലേ നെയ്യൊക്കെ ഇട്ട്. എനിക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് അതെല്ലാം ഇട്ടപ്പോഴേക്കും. നെക്സ്റ്റ് നമ്മുടെ ചിക്കനാണ് താരം. ചിക്കൻ കഴുകിയിട്ട് വേണം ആഡ് ചെയ്യാൻ. നേരത്തെ ഞാൻ കാണിച്ചത് കഴുകാത്ത ചിക്കനായിരുന്നു. സോ കഴുകിയിട്ട് വേണം. ഇനി കഴുകിയില്ലേന്ന് ചോദിക്കരുത്, കഴുകിയതാണ്. കഴുകിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ പറ്റാതെ. പക്ഷെ എനിക്ക് വലിയൊരു പറ്റുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിക്ക് എനിക്ക് സെറ്റായത്. തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് നോർമലായിട്ട് സോൾട്ട് ആഡ് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ടും സോൾട്ടിൻ്റെ ഒരു ഫാനാണ്. ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. വെയിറ്റ്, കേട്ടില്ലേ, ഇതാണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സെറ്റാകുന്നത്. നമ്മൾ നോർമൽ ആ കേരള ചിക്കൻ ഉണ്ടാക്കുന്നത് പോലത്തെ ഒന്നുമല്ല, ഇങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസ് നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കുക്കിങ്സും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ആ സൈഡിൽ നിന്ന് എടുക്കുന്നത് ഉപ്പാണ്. ബിക്കോസ് ഉപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ ചിക്കൻ കറി. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മറ്റേ മസാല ഒന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ആൻഡ് ദെൻ ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്, ഗരം മസാലയാണ്, കേർഡ് ആഡ് ചെയ്യാം, പെരുംജീരകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റേ മല്ലിയില ആഡ് ചെയ്യുക. ഓൾറെഡി ഞാനിതൊക്കെ കുറേ വീഡിയോസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കടയിൽ നിന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചിട്ട് ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു മിക്സ് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. ബിക്കോസ് നന്നായിട്ട് ആ ഒരു ഗീയിൽ തന്നെ വന്നിട്ട് അത് സെറ്റ് ആവണം. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇടുന്ന കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെയാണ് അത് അവിടെ ഇരുന്ന് കണ്ടപ്പോഴേക്കും ഇതിടണമല്ലോ എന്ന് ഓർത്തത് പെട്ടെന്ന്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സെറ്റായ മസാല എല്ലാം കൂടെ ചിക്കൻ പീസിലൊക്കെ വരണം നന്നായിട്ട്. ഞാനതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താണ്. കൂടുതലായിട്ട് ഇതിൽ മസാല കൂട്ടുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ചിക്കൻ ആ ഒരു സംഭവമല്ല. ചിക്കൻ മസാല നമ്മൾ ഡയറക്റ്റ് ഇട്ടില്ലേ, അതൊന്നുമല്ല. ഇത് കുറച്ച് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയുടെ ഇലയില്ലാന്നുണ്ടെങ്കിൽ മല്ലിയുടെ പൊടിയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത് ഭയങ്കരമായിട്ട് സെറ്റായിട്ട് നമ്മൾ വൈറ്റ് പെപ്പറൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. വൈറ്റ് പെപ്പർ പൗഡറില്ലേ, അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്രീം ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ലാസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് പാകിസ്ഥാനി ബട്ടർ ചിക്കനാണ്. സോ ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഞാൻ ആഡ് ചെയ്തില്ല, ബിക്കോസ് എനിക്ക് ഒത്തിരി എരിവ് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ റെഡി ആയിട്ടുണ്ട്, ഏറെക്കുറെയൊക്കെ സെറ്റായിട്ട് വന്നു. സി, യെസ്. അപ്പോൾ സെറ്റായി, നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് സീ. ഓൾറെഡി ഞാൻ കറിയെല്ലാം കുറേ വിളമ്പി. ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാലും ഞാനിങ്ങനെ എൻ്റെ റൂമിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് എൻ്റെ റൂം ഭയങ്കര കംഫോർട്ട് സോണാണ്. അപ്പോൾ അതൊരു ഇഷ്യൂസാണ്. നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ടയുണ്ടല്ലോ, ഇത് രാവിലത്തെ പുഴുങ്ങിയ മുട്ടയാണ്, ഞാൻ കഴിച്ചിട്ടില്ല, മടിച്ചിരിക്കുകയായിരുന്നു, ഞാൻ കഴിച്ചില്ല. ചിക്കൻ കൂട്ടി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മളിട്ട കേടിൻ്റെ ടേസ്റ്റും നമ്മൾ നോർമൽ കേരള ചിക്കൻ ഉണ്ടാക്കില്ലേ, നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിലും കുറേ ഡിഫറെൻ്റ് ആണ് ഈ പാകിസ്ഥാനി ചിക്കൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ്, ആ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും എന്താ മല്ലികളുടെ ഒക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആ ഒരു മസാല ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ. പിന്നെ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് എടുത്ത് ഇതിനകത്ത് നിൽക്കുന്നുള്ളത്. വളരെ ടേസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത്രയും കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ അത്രയും വരില്ല കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണ്. ഇത് തക്കാളിയുടെയും ആ ഒരു നമ്മൾ ആ ഒരു കേട് യൂസ് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ മല്ലിയിലയില്ലേ, അത് ആ ഒരു ഇലയൊക്കെയാണ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ നിൽക്കുന്നത്. ഈ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്കും എന്താ പറയുക, ഞാൻ ഒത്തിരി ട്രൈ ചെയ്തില്ല, കുറച്ച് ചിക്കനാണ് ട്രൈ ചെയ്തത്. അത് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഒരു വാവ് ഫീലാണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കഴിക്കാൻ നമുക്ക് പറ്റും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.